ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 7ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ. 11 മണിവരെ 26.30% പോളിംഗ്. പൊതുതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ചൊവ്വാഴ്ച. സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. സുരക്ഷ ചർച്ച ചെയ്യാൻ ഡിജിപിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ തുടരുന്നു. തൃശൂരിൽ വെള്ളക്കെട്ട് രൂക്ഷം. ശംഖുമുഖത്ത് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. പ്രവേശനോത്സവം എറണാകുളത്ത്. 2020 ലോകകപ്പ് ക്രിക്കറ്റ് 9ാം പതിപ്പിന് നാളെ തുടക്കം. സന്നാഹ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെ 26.30% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഹിമാചൽ പ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്, 31.92%. ഏറ്റവും കുറവ് പോളിംഗ് ഒഡീഷയിലാണ്, 22.64%. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 57 ലോക്സഭാ മണ്ഡലങ്ങളാണ് 7ാം ഘട്ടത്തിൽ ഇന്ന് വിധി എഴുതുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 6 മണിവരെ തുടരും. 10.06 കോടി വോട്ടർമാരാണ് ഇന്ന് സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നത്. ഉത്തർപ്രദേശ്, പഞ്ചാബ്, പശ്ചിമബംഗാൾ, ബീഹാർ, ഒഡീഷ, ഝാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ചണ്ഡിഗഡ് എന്നിവിടങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഉൾപ്പെടെ 904 സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജനവിധി തേടുന്നത്. ഇന്നത്തെ വോട്ടെടുപ്പോടെ ഏപ്രിൽ 19 ആരംഭിച്ച രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിലെ പോളിംഗ് നടപടികൾ പൂർത്തിയാകും. വൈകിട്ട് വോട്ടെടുപ്പ് അവസാനിക്കുന്നതോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരും. ഈ മാസം 4-നാണ് 7 ഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി. വിവിധ ജില്ലകളിലെ ക്രമീകരണങ്ങൾ ജില്ലാ കളക്ടർമാർ വിലയിരുത്തി വരികയാണ്. ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. ഉത്തരമേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ഡിജിപിയുടെ നേതൃത്വത്തിൽ ഇന്ന് കോഴിക്കോട് ഉന്നതതല യോഗം ചേരും. ഒഡീഷ നിയമസഭയിലെ ശേഷിക്കുന്ന 42 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും പുരോഗമിക്കുന്നു. ബീഹാറിലെ ഭോജ്പൂർ ജില്ലയിലെ അഗീഗാവ് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പും ഇന്ന് നടക്കുകയാണ്. സിറ്റിംഗ് MLA മനോജ് മൻസിൽ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന 45 മണിക്കൂർ നീണ്ട ഏകാന്ത ധ്യാനം ഇന്ന് സമാപിക്കും. വ്യാഴാഴ്ച വൈകിട്ടാണ് ശ്രീ നരേന്ദ്രമോദി ധ്യാനം ആരംഭിച്ചത്. ഇന്ന് ധ്യാനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി തിരുവള്ളുവർ പ്രതിമ സന്ദർശിക്കും. തുടർന്ന് കന്യാകുമാരി ഹെലിപാഡിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഇന്ന് ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഇതിന്റെ ഫലമായി കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. തൃശൂർ നഗരത്തിൽ കനത്ത മഴ. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. തൃശൂരിൽ വടക്കേ സ്റ്റാൻഡിന് സമീപം റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കുന്നംകുളം റോഡിലും വൻ ഗതാഗത തടസ്സമാണ് വെള്ളക്കെട്ട് മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശങ്കരയ്യ റോഡിലും പൂത്തോളിലും വെള്ളക്കെട്ടുണ്ട്. മറ്റൊന്ന് ചാലക്കുടി മേഖലയിലേക്ക് വരുമ്പോൾ ജനവാസ മേഖലയിൽ പലയിടങ്ങളിലും താഴ്ന്ന ഇടങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് പ്രകടമായി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതുകൂടാതെ ചാലക്കുടി റെയിൽവേ അടിപ്പാത ഭാഗത്തും വെള്ളം കയറിയിരിക്കുകയാണ്. ഗതാഗത തടസ്സം ഇവിടെയും നേരിട്ടിരിക്കുന്നു. കൂടാതെ ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ഡെന്റൽ വിഭാഗത്തിന്റെ പ്രവർത്തനം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നിരിക്കുന്നു. തിരുവനന്തപുരം ശംഖുമുഖത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ശംഖുമുഖം സ്വദേശി മഹേഷിനെയാണ് കാണാതായത്. തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. രാവിലെ വിഴിഞ്ഞത്തേക്ക് പോകുകയായിരുന്ന വള്ളം തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു. 2 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. ഒരാൾ നീന്തി രക്ഷപ്പെട്ടു. തിരച്ചിൽ ഊർജിതമായി തുടരുകയാണെന്നും സംഭവം നടന്നയുടൻ തിരച്ചിൽ നടത്താനുള്ള നടപടി സ്വീകരിച്ചതായും ആന്റണി രാജു MLA പറഞ്ഞു.
എറണാകുളം ജില്ലയിൽ മഴ തുടരുന്നു. കൊച്ചി നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും വെള്ളം കയറി. ആലുവയിൽ പുലർച്ചെ 2 മണിയോടെ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. ആലുവ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള റോഡിലും കടയിലും വെള്ളം കയറി. കമ്പനിപ്പടിയിൽ നിന്നും തുരപ്പ് ഭാഗത്തേക്ക് പോകുന്ന റോഡിലും വെള്ളം കയറിയിട്ടുണ്ട്. അതേസമയം പെരിയാറിലെ ജലനിരപ്പിൽ കാര്യമായ മാറ്റമില്ല. കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ടിന് സമീപം ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും കൃഷിനാശം. ഇന്നലെ വൈകിട്ടാണ് സംഭവം. സമീപത്തെ കോഴിഫാമിന് ഭാഗികമായ നാശനഷ്ടമുണ്ടായി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മറ്റന്നാൾ രാവിലെ എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ തദ്ദേശാടിസ്ഥാനത്തിൽ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം സംഘടിപ്പിക്കും. അതേസമയം പുതിയ അധ്യയന വർഷത്തിൽ മലപ്പുറം ജില്ലയിൽ വിദ്യാർത്ഥികൾക്ക് സുഗമവും സൌകര്യപ്രദവുമായ ബസ് യാത്ര ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ യാത്രാവകാശം നിഷേധിക്കുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് അംഗീകൃത പരിശീലകരുടെ സാന്നിധ്യം ഇന്നു മുതൽ നിർബന്ധമാക്കി. ഇത് സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിറക്കി. പഠിതാക്കളെ ടെസ്റ്റിനെത്തിക്കേണ്ടത് അതത് സ്കൂളുകളുടെ അംഗീകൃത പരിശീലകൻ നേരിട്ടായിരിക്കണം. ഡ്രൈവിംഗ് സ്കൂളുകളിൽ പ്രവേശന രജിസ്റ്റർ, തിയറി ക്ലാസുകളുടെ ഹാജർ എന്നിവ നിർബന്ധമാണ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രയ്ക്ക് തുടക്കമായി. രാവിലെ 376 പേരുമായി സൌദി അറേബ്യൻ എയർലൈൻസിന്റെ ജംബോ വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്തു. സപ്ലൈകോയിൽ 2 സാധനങ്ങളുടെ വില കുറച്ചു. മുളകിന്റെ വില കിലോയ്ക്ക് 7 രൂപയും വെളിച്ചെണ്ണയുടെ വില 9 രൂപയുമാണ് കുറച്ചത്. ചില കമ്പനി ഉൽപ്പന്നങ്ങളുടെയും വില കുറച്ചതായി സപ്ലൈകോ അറിയിച്ചു. പുതുക്കിയ വില ഇന്ന് പ്രാബല്യത്തിലായി. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില കുറഞ്ഞു. സിലിണ്ടറിന് 70 രൂപ 50 പൈസയാണ് കുറഞ്ഞത്. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 6650 രൂപയും പവന് 160 രൂപ കുറഞ്ഞ് 53,200 രൂപയുമായി. ക്രിക്കറ്റ് ആരാധകർ ഇനി 2020 ലോകകപ്പ് ആവേശത്തിലേക്ക്. 2020 ലോകകപ്പ് 9ാം പതിപ്പിന് നാളെ തുടക്കമാകും. അമേരിക്കയും കാനഡയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. 4 ഗ്രൂപ്പുകളിലായി 20 ടീമുകളാണ് ഇത്തവണ ലോകകപ്പിൽ മാറ്റുരയ്ക്കുന്നത്. അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ് T20ക്ക് വേദിയാകുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയ്ക്ക് ആകെ 4 മത്സരങ്ങളാണ് ഉള്ളത്. ഈ മാസം 5-ന് അയർലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. IPLൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മലയാളി താരം സഞ്ജു സാംസൺ ഇത്തവണ ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ജൂൺ 9-നാണ് ഇന്ത്യ പാക് പോരാട്ടം. ഇന്ത്യ ബംഗ്ലാദേശ് സന്നാഹ മത്സരം ഇന്ന് രാത്രി 8-ന് ന്യൂയോർക്കിൽ നടക്കും. ഇംഗ്ലണ്ടാണ് നിലവിലെ T20 ചാമ്പ്യന്മാർ. കോഴിക്കോട് സ്വകാര്യ ഹോട്ടലിലെ മാലിന്യ ടാങ്കിൽ അപകടത്തിൽ 2 പേർ മരിച്ച സംഭവത്തെ തുടർന്ന് ഹോട്ടൽ അടച്ചുപൂട്ടാൻ കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഇന്ന് ഉത്തരവിറക്കും. അമ്മാസ് എന്ന ഹോട്ടലിനെതിരെയാണ് നടപടി. സംഭവത്തിൽ ചേവായൂർ പോലീസും കേസെടുത്തിട്ടുണ്ട്. ഇന്ന് ലോക ക്ഷീരദിനം. പാലിനെ ആഗോള ഭക്ഷണമായി അംഗീകരിക്കുന്നതിനും ക്ഷീര വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ദിനാചരണം. ക്ഷീരമേഖലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികൾ കേരളത്തിന് യോജിച്ച രീതിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സർക്കാരെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ക്ഷീരദിന സന്ദേശത്തിൽ പറഞ്ഞു. അധിക പാൽ വിലയും കാലിത്തീറ്റ സബ്സിഡിയുമായി മിൽമ മലബാർ യൂണിയൻ ക്ഷീര കർഷകർക്ക് അടുത്ത 3 മാസത്തിനുള്ളിൽ 17 കോടി രൂപ നൽകും. മലബാർ മേഖലാ യൂണിയൻ ഭരണസമിതിയുടേതാണ് തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 7ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ. 11 മണിവരെ 26.30% പോളിംഗ്. പൊതു തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ചൊവ്വാഴ്ച. സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. സുരക്ഷ ചർച്ച ചെയ്യാൻ DGPയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ തുടരുന്നു. തൃശൂരിൽ വെള്ളക്കെട്ട് രൂക്ഷം. ശംഖുമുഖത്ത് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. പ്രവേശനോത്സവം എറണാകുളത്ത്. 2020 ലോകകപ്പ് ക്രിക്കറ്റ് 9ാം പതിപ്പിന് നാളെ തുടക്കം. സന്നാഹ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.